അങ്ങനെ ഇന്നാണ് കേട്ടോ വിജയദശമി ദിവസം. ഇന്നാണ് നമ്മൾ പുസ്തകം എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം ആദ്യാക്ഷരം കുറിക്കാനും അതേപോലെ തന്നെ പുസ്തകമൊക്കെ എടുക്കാനുള്ളതല്ലേ. ആദ്യം തന്നെ എല്ലാവരെയും അവിടെ നേരത്തൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ തറയിൽ തന്നെ അക്ഷരങ്ങളൊക്കെ എഴുതിപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് നമ്മുടെ ആദ്യാക്ഷരം കുറിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവരെ കൊണ്ട് ഇങ്ങനെ അരിയിലൊക്കെ എഴുതിപ്പിക്കുക. നമ്മളിവിടെ ഒരു മാഷാണ് കേട്ടോ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പുസ്തകം എടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പേരിങ്ങനെ വിളിക്കും. അവർ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ പോയി വാങ്ങിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഇപ്പോൾ ഒരു പേന കൂടി കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ പുസ്തകമൊക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അക്കു അതും ഐശ്വര്യ എല്ലാവരും പുസ്തകമൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് അമ്പലത്തിൽ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു, ഉപ്പുമാവും ചായയായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പറയാൻ കാരണം ഇന്നത്തോടെ നോലുമ്പ് കഴിഞ്ഞല്ലോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇതായിരുന്നു കേട്ടോ നമ്മൾ നീതിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ നേരെ പൊതി അഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഇരുന്ന് വായിക്കണം എന്നാണ് പറയുക. അങ്ങനെ ഞാൻ ഇരുന്ന് കുറച്ച് നേരം വായിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. ഇന്ന് നമുക്ക് നോലുമ്പ് മുറിക്കാനുള്ളതുകൊണ്ട് തന്നെ നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പം ഇത്രയേ ഉള്ളൂ.